അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് തുടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കാൻ നടപടിയില്ലെന്ന് ബിജെപി നേതൃത്വം ആരോപിച്ചു. ജീവനക്കാരുടെ പരിശീലനം പൂർത്തിയാക്കുകയും ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ചിട്ടും ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇതോടെ കഴിഞ്ഞ നവംബറിൽ ബ്ലഡ് ബാങ്ക് ആരംഭിക്കുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനവും പാഴായി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് സംവിധാനം വേണമെന്ന ആവശ്യത്തിന് ശക്തിയാർജിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നവംബർ മാസം അവസാനത്തോടെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആ പ്രഖ്യാപനം പാഴ്വാക്കായി മാറി. 2 താലൂക്കുകളിലെ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയായിരുന്നിട്ടും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് സംവിധാനമില്ല. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രികളിലൊന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയാണ്. പലപ്പോഴും പ്രസവാവശ്യങ്ങൾക്ക് എത്തുന്നവർക്കാണ് രക്തം കൂടുതലായി ആവശ്യമായി വരുന്നത്. രാത്രികാലങ്ങളിലടക്കം എത്തുന്നവർക്ക് പെട്ടെന്നുള്ള അടിയന്തര ആവശ്യങ്ങളെ നേരിടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. സർജറി പോലുള്ള ഘട്ടങ്ങളിൽ താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന്റെ അഭാവം വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ദിവസവും രക്തം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അടിമാലിയിലെ സന്നദ്ധ സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും സഹായമാണ് രോഗികൾക്ക് ആശ്രയമായിട്ടുള്ളത്. രക്തബാങ്കിന്റെ അഭാവം വിദൂര ആദിവാസി മേഖലകളിൽ നിന്നുൾപ്പെടെ എത്തുന്ന രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ജീവനക്കാരുടെ പരിശീലനം പൂർത്തിയാക്കുകയും ആവശ്യമായ ഉപകരണങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും ബ്ലഡ് ബാങ്ക് ആരംഭിക്കുവാൻ അധികൃതർ കാട്ടുന്ന നിസ്സംഗത സാധുജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. സ്റ്റാഫ് നഴ്സ്, ലാബ് ടെക്നീഷ്യൻ എന്നിവരുടെ പരിശീലനമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടേക്ക് ആവശ്യമായ ഡോക്ടറെ നിയമിച്ച് രക്തബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ മാത്രം നടപടിയില്ല. ഈ സാഹചര്യത്തിലാണ് ഉടൻ രക്തബാങ്ക് പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബിജെപി അടിമാലി മണ്ഡലം പ്രസിഡന്റ് അനീഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടൻ എന്നിവർ പറഞ്ഞു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ മാസം സെപ്റ്റംബറിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനത്തിനെത്തിയ സമയത്ത് നവംബർ മാസം അവസാനത്തോടുകൂടി ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. നാളെ ഇതുവരെയായിട്ടും ഒരു ഡോക്ടറെ നിയമിക്കുന്നതിന് വേണ്ട നടപടികൾ ഇതുവരെ എടുത്തിട്ടില്ല. അടിമാലിയിലെ നിരവധി മേഖലകളിൽ നിന്ന് എത്തുന്ന ആളുകൾക്ക് ഈ ബ്ലഡ് ബാങ്ക് സൗകര്യം ഏറെ വലുതാണ്. ഈ നിലയിലുള്ള പ്രവർത്തനം മുൻപോട്ട് പോയാൽ ഭാരതീയ ജനതാ പാർട്ടി വിവിധ സമര പരിപാടികളിലേക്ക് കടക്കുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യും. മൂന്നാർ, ദേവികുളം, അടിമാലി, വെള്ളത്തൂവൽ, വിവിധ ആദിവാസി കുടികൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം എത്തുന്നവരാണ് ഈ ആശുപത്രിയെ ഏറെ ആശ്രയിക്കുന്നത്. ദിനംപ്രതിയുണ്ടാകുന്ന അപകടങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തുന്നവർ നിരവധിയാണ്. ബ്ലഡ് ബാങ്ക് സൗകര്യത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയെങ്കിലും തുടർ നടപടികളില്ല. നിലവിലെ സാഹചര്യത്തെ മറികടക്കാൻ തടസ്സങ്ങൾ നീക്കി എത്രയും വേഗം ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.